എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. ഉന്നത വിദ്യാഭ്യാസത്തിൽ 4 വർഷ ബിരുദമെന്ന അന്താരാഷ്ട്ര പരിഷ്കാരത്തിന് കേരളത്തിൽ തുടക്കമാവുന്നതെന്ന് 2024 ജൂലൈ 1. രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമം പ്രാബല്യത്തിൽ വന്നതെന്ന് 2024 ജൂലൈ 1. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ 3 അതിപ്രധാന ക്രിമിനൽ നിയമങ്ങളാണ് പുതിയ ബില്ലിലൂടെ പാർലമെന്റ് പാസാക്കി പുതിയൊരു പേരിലാക്കിയിരിക്കുന്നത്. ചില വകുപ്പുകളിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഏത് പാർലമെന്റിലാണ് ഈ ബില്ലുകൾ കൊണ്ടുവന്നത്? 17ാം പാർലമെന്റ്. പബ്ലിഷ് ചെയ്തത് 20 ഡിസംബർ 2023. ബില്ല് അംഗീകരിച്ചത് 25 ഡിസംബർ 2023. ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആഭ്യന്തരമന്ത്രി അമിത് ഷാ. 1860 ഇന്ത്യൻ ശിക്ഷാ നിയമം IPCക്ക് പകരം 2024 ജൂലൈ 1 നിലവിൽ വന്ന ക്രിമിനൽ നിയമം ഭാരതീയ ന്യായ സംഹിത BNS. 1898 ക്രിമിനൽ നടപടിക്രമം CRPCക്ക് പകരം 2024 ജൂലൈ 1 നിലവിൽ വന്നത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത BNSS. 1872 തെളിവ് നിയമത്തിന് എവിഡൻസ് ആക്ടിനു പകരം 2024 ജൂലൈ 1 പ്രാബല്യത്തിൽ വന്ന നിയമം ഭാരതീയ സാക്ഷി നിയമം. ഭാരതീയ ന്യായ സംഹിത പ്രകാരം കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ആദ്യ കേസ് എവിടെ? മലപ്പുറം കൊണ്ടോട്ടിയിൽ ഹെൽമറ്റ് ധരിക്കാത്ത കേസാണ്. 2024-25 അധ്യയന വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന ജില്ല തിരുവനന്തപുരം. കായികോത്സവം നടക്കുന്ന ജില്ല എറണാകുളം. ശാസ്ത്രമേള നടക്കുന്ന ജില്ല ആലപ്പുഴ. സ്പെഷ്യൽ സ്കൂൾ കലോത്സവം നടക്കുന്നത് കണ്ണൂർ. 2024 ദേശീയ ഡോക്ടർ ദിനം ജൂലൈ 1 പ്രമേയം സാന്ത്വനിപ്പിക്കുന്ന കരങ്ങൾ, കരുതലുള്ള ഹൃദയങ്ങൾ. ഇന്ത്യയിലെ ആദ്യ സ്ത്രീ സസ്യ ശാസ്ത്രജ്ഞയായ ഡോക്ടർ EK ജാനകി അമ്മാളിൻ്റെ പേരിൽ നാമകരണം ചെയ്ത ഹിമാലയത്തിലെ പുതിയ സസ്യം ഡിഡിമോകാർപ്പസ് ജാനകിയെ. മഹാനേത ലൈഫ് ആൻഡ് ജേണി ഓഫ് വെങ്കയ്യ നായിഡു എന്ന പുസ്തകം രചിച്ചത് സഞ്ജയ് കിഷോർ. ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് കെയർ സ്റ്റാമർ, ലേബർ പാർട്ടി. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി സോജൻ ജോസഫ്, ലേബർ പാർട്ടി. കേരളത്തിൽ ഈ സ്പോർട്സ് കേന്ദ്രം ആരംഭിക്കുന്നത് എവിടെ? തലശ്ശേരി. തോൽപ്പാവക്കൂത്ത് കലാകാരൻ രാമചന്ദ്രപിള്ളയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ഹ്രസ്വചിത്രം നിഴൽ യാത്രികൻ. കേന്ദ്ര സാഹിത്യ അക്കാദമിക്ക് വേണ്ടി ബഷീറിൻ്റെ പൂങ്കാവനം എന്ന പേരിൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവചരിത്രം രചിച്ചത് MN കാരശ്ശേരി. പ്രവാസി ദോഹയുടെ 27ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് കാനായി കുഞ്ഞിരാമൻ. തീരദേശ മേഖലയിലെ കുട്ടികളുടെ അക്കാദമിക്, സാമൂഹിക, കായിക വികസനത്തിനായി പ്രഖ്യാപിച്ച പദ്ധതി ബീച്ച് ടു ബെഞ്ച്. 2024 ജൂലൈ 2 OV വിജയൻ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരുടെ പേര്: രാമനുണ്ണി ചെറുകഥ, ഷെനിലാൽ നോവൽ, ജിൻഷ ഗംഗ എഴുത്തുകാരൻ, ഹരികൃഷ്ണൻ തച്ചാടൻ പ്രത്യേക ജൂറി അവാർഡ്. 2020 ലോകകപ്പ് 2024 വിജയത്തിന് ശേഷം വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യയിൽ നിന്നുള്ള ക്രിക്കറ്റ് താരങ്ങളുടെ പേര്: വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, രവീന്ദ്ര ജഡേജ. കേരളത്തിലെ ഫിലിം സംഘടനയായ അമ്മയുടെ പുതിയ ഭാരവാഹികൾ: പ്രസിഡന്റ് മോഹൻലാൽ, വൈസ് പ്രസിഡന്റ് ജഗൻ ചേർത്തല,
ജനറൽ സെക്രട്ടറി സിദ്ദീഖ്, ജോയിന്റ് സെക്രട്ടറി ബാബുരാജ്, ട്രഷറർ ഉണ്ണി മുകുന്ദൻ. ദേശീയ സുരക്ഷാ ഡെപ്യൂട്ടി ഉപദേഷ്ടാവായി നിയമിതനായത് TV രവിചന്ദ്രൻ. ഇന്ത്യയുടെ കന്നി സൗരോർജ്ജ നിർമ്മാണമായ ആദിത്യ L1 ബഹിരാകാശ പേടകം സൂര്യൻ ഭൂമി ലഗ്രാഞ്ച് പോയിന്റ് 1 ചുറ്റുമുള്ള അതിൻ്റെ ആദ്യത്തെ ഹാലോ ഭ്രമണപഥം പൂർത്തിയാക്കി. എത്ര ദിവസം എടുത്തിട്ടാണ് പൂർത്തിയാക്കിയത്? 178 ദിവസം. ആദിത്യ L1 വിക്ഷേപിച്ചത് 2 സെപ്റ്റംബർ 2023. ലഗ്രാഞ്ച് പോയിന്റ് 1 എത്തിയത് ജനുവരി 6, 2024. ദേശീയ സീനിയർ അത്ലറ്റിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ അബ്ദുള്ള അബൂബക്കർ ഏത് കായികവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ട്രിപ്പിൾ ജമ്പ്. കോടതിക്കും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും പോലീസ് നടത്തുന്ന എല്ലാ പരിശോധനകളുടെയും വീഡിയോ റെക്കോർഡിംഗ് ഇനി മുതൽ ഏത് ആപ്പിലൂടെയാണ് കാണാൻ സാധിക്കുക? ഈ സാക്ഷി. ഇന്ത്യൻ നാവികസേന പരീക്ഷിച്ച ഏറ്റവും ശക്തമായ ആണവ ഇതര സ്ഫോടക വസ്തുവിൻ്റെ പേര് സെബക്സ് 2. ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയിൽ അടുത്തിടെ നടത്തിയ GST വകുപ്പിന്റെ പരിശോധന ഓപ്പറേഷൻ ഫാനം. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ് മൈത്രി? തായ്ലാൻഡ്. അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ചലച്ചിത്രം കതിരവൻ. ഇതിൽ നായകനായി വരുന്നത് മമ്മൂട്ടി. 2024 ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് മോഹൻലാൽ. സംസ്ഥാന ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് A. മുഹമ്മദ് മുഷ്താഖ്. ആരാണ് പുതിയ ഡച്ച് പ്രധാനമന്ത്രി? ഡിക് ഷൂഫ്. ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള സൈനികാഭ്യാസമാണ് നോമാഡിക് എലിഫന്റ്? ഇന്ത്യയും മംഗോളിയയും. 2024 ജൂലൈയിൽ ഇന്ത്യൻ കരസേന ഉപമേധാവിയായി ചുമതലയേറ്റത് NS രാജാ സുബ്രഹ്മണ്യ. 2024 ജൂലൈ 4 ജാർഖണ്ഡിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ്? ഹേമന്ത് സോറൻ. ബഷീർ സ്മാരകമായ ആകാശമിട്ടായി സ്ഥാപിതമായത് ബേപ്പൂർ. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയമിച്ച കമ്മീഷൻ ഹേമ കമ്മീഷൻ. 2024 സ്റ്റെയിൻലെസ് സ്റ്റീൽ, അലുമിനിയം പാത്രങ്ങൾക്ക് സർക്കാർ നിർബന്ധമാക്കിയ ട്രേഡ് മാർക്ക് ISI. അന്താരാഷ്ട്ര സഹകരണ സ്ഥാപന ദിനം ജൂലൈ 6. 2024 ബിംസ്റ്റെക് ഡയറക്ടറായി നിയമിതനായത് പ്രശാന്ത് ചന്ദ്രൻ. മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ പൊതു ബജറ്റ് അവതരിപ്പിക്കുന്നത് ജൂലൈ 23. 2024 41,000 വർഷം പഴക്കമുള്ള ഒട്ടകപക്ഷിയുടെ കൂട് കണ്ടെത്തപ്പെട്ടത് ആന്ധ്രാപ്രദേശിൽ. മികച്ച ചെറുകഥാ സമാഹാരത്തിനുള്ള ബഷീർ സ്മാരക സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ബിജു ജോസ് ചമ്മാന്ദ്ര. DRDOയും L&T ഡിഫൻസും ചേർന്ന് വികസിപ്പിച്ചെടുത്ത തദ്ദേശീയ ലൈറ്റ് ടാങ്കിന്റെ പേര് സരാവർ. ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. 2024 ജൂലൈ 6 ബില്യാർഡ്സിൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ധ്രുവ് സിത്തോല. 2024 ഒക്ടോബറിൽ നിർമ്മിത ബുദ്ധി അന്താരാഷ്ട്ര കോൺക്ലേവിന് വേദിയാകുന്നത് തിരുവനന്തപുരം. യുണിസെഫ് മറ്റു രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും നടപ്പാക്കാൻ തീരുമാനിച്ച കേരളത്തിൻ്റെ IT പാഠ്യപദ്ധതി ലിറ്റിൽ കൈറ്റ്സ് ക്ലബ്. 2024 ജൂലൈയിൽ ഓർഡർ ഓഫ് സെയിന്റ് ആൻഡ്രൂ ദ അപ്പോസ്തൽ എന്ന പരമോന്നത സിവിലിയൻ ബഹുമതി ഏത് രാജ്യമാണ് നരേന്ദ്രമോദിക്ക് നൽകിയത്? റഷ്യ. നേപ്പാളുമായി അതിർത്തി രേഖയിൽ വനവൽക്കരണം പ്രോത്സാഹിപ്പിച്ച് മിത്രവന എന്ന പേരിൽ ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. ഭിന്നശേഷിക്കാരുടെ വിവരശേഖരണത്തിന് സാമൂഹിക നീതി വകുപ്പ് നടത്തുന്ന പ്രചാരണ പരിപാടി തന്മുദ്ര. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ സേവനങ്ങളും ഇടപാടുകളും ഓൺലൈനിലൂടെ വേഗത്തിലാക്കാനും സുതാര്യമാക്കാനുമായി സജ്ജമാക്കിയ സോഫ്റ്റ്വെയർ സുരക്ഷ.
രൂപമാറ്റം വരുത്തി നിരത്തിലോടുന്ന വാഹനങ്ങൾ പിടികൂടാൻ മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന ഓപ്പറേഷൻ ടാർ. 2024 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ. പത്തനംതിട്ട റാന്നി സ്വദേശി KV ബിജിമോളാണ് ഇത് തയ്യാറാക്കിയത്. ചരിത്രം കുറിച്ച് വെർച്വൽ ലോകത്തെ സൗന്ദര്യ മത്സരത്തിൽ ആദ്യ മിസ് AI ആയത് കെൻസ ലൈലി.